എൻ്റെ പേര് ഷീബ എന്നാണ്. സ്ഥലം കൊല്ലമാണ്. ഒരുപാട് കാര്യങ്ങൾ മാഡം പറഞ്ഞു തന്നു. മാഡം ഈ സത്സംഗിന് നമ്മളെ വിളിക്കുകയും 3 ദിവസം ഇതിൽ പങ്കെടുത്ത് സത്സംഗിലെ ഒരു ക്രിയായോഗത്തെക്കുറിച്ച് ഒരുപാട് വീഡിയോസ് നമ്മൾ കാണുക മാത്രമാണ് ഇത്രയും നാളും ചെയ്തുകൊണ്ടിരുന്നത്. നമുക്ക് നല്ല രീതിയിൽ ഇതെങ്ങനെ പ്രാക്ടീസ് ചെയ്യാം, പ്രാക്ടിക്കലായിട്ട് കൊണ്ടുവരാം, നമ്മുടെ ജീവിതത്തിൽ ഇതെങ്ങനെ നിത്യവും പ്രയോജനപ്പെടുത്താം എന്നൊക്കെ നല്ല രീതിയിലുള്ള 3 ദിവസത്തെ ക്ലാസ്സാണ് മാഡം തന്നത്. വളരെ പ്രയോജനമാണ് ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ കിട്ടിയത്. മാഡത്തിനോട് ഒരുപാട് നന്ദിയുണ്ട്. അതിനകത്ത് വെച്ചിരിക്കുന്ന ഒരു എനർജിയല്ല, ഈ പ്രപഞ്ചം മൊത്തം നിറഞ്ഞിരിക്കുന്ന ഒരു എനർജിയാണ് ആ യൂണിവേഴ്സൽ ലൈഫ് ഫോഴ്സ്. അതാണ് നമ്മളുടെ ജീവനിൽ, നമ്മളുടെ ദേഹത്ത് കുണ്ടലിനി ശക്തി എന്നുള്ള രീതിയിൽ. வணக்கம், என்னோட பேர் பிரேமலதா. எனக்கு இந்த வல்சலாக்கா ரொம்ப நாளாவே தெரியும். இங்கே மேம் சொல்கிறேன், வல்சலா மேடம் ஒரு 5 வருஷத்துக்கு முன்னாலே தெரியும். ட்ரிவாண்ட்ரமில் அவங்க ஒரு கிரியா யோகம் நடத்தணும்னு கூப்பிடும்போது சரி வந்தது. அவங்களுக்கு கிளாஸ் எடுக்கிறாங்கன்னு சொல்லும்போது பார்க்கலான்னு சொல்லிட்டு அட்டன் பண்ணோம். ஆக்சுவலி நிறையா குருமார்கள் அவங்க ஃப்ரெண்டுன்னு நினச்சிட்டு இருந்தேன். இப்போ பார்த்தா அவங்க ஒன் ஆஃப் த குரு. நிறைய குருமார்கள் இவங்களும் எனக்கு இப்போ ஒரு அடிஷ்னலாக ஒரு குரு, ஃப்ரெண்டை தாண்டி ஒரு குருவாக இப்போ இதில் பார்க்குறேன் நான் அவங்கள. அந்த கிரியா யோகம் இதெல்லாமே எனக்கு சில விஷயங்கள் அவர்கிட்ட புதுசாக கற்றுக்கிட்டேன். ஸோ எனக்கு இதில் என்ன ஒரு சந்தோஷம்னா, அடிஷ்னலாக 1 more குரு எனக்கு கிடச்சிருக்காங்கன்னு சொல்லிட்டு ஆன்மீக தேடலில் இருக்கவங்க எல்லாமே இவங்ககிட்ட இன்னும் நிறையா கற்றுக்கணும்னு ஒரு என்னோட ஆசை. എൻ്റെ പേര് ഗൗരി പാർവതിയ. ഞങ്ങളെല്ലാവരും ഒരു ഗുരുവിൻ്റെ അടിക്ക് ക്ലാസ് ഓൺലൈന് എല്ലാം നേരിട്ട് എല്ലാം പോയി ക്ലാസ് അറ്റൻഡ് ചെയ്തതാണ്. അപ്പോൾ ചേച്ചി ഇങ്ങനത്തെ ഒരു ക്ലാസ് എടുക്കുക എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്കൊക്കെ ഭയങ്കര സന്തോഷമാണ്. എനിക്കിപ്പോൾ പറയാൻ പോലും കണ്ണീർ വരുന്നുണ്ട് അത്രയ്ക്ക്. എന്നാ വെച്ചാൽ ചേച്ചി ഒരു നല്ല പ്രിൻസിപ്പൽ ഗുരു എല്ലാം ഉണ്ട്. പക്ഷെ എല്ലാവർക്കും നല്ല പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ക്ഷമയോട് എല്ലാം ചോദിച്ചു എല്ലാം പറഞ്ഞു കൊടുക്കും. അതിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എപ്പോഴും ചേച്ചിയെ. ഞാൻ ചേച്ചീനെ വിളിക്കത്തുള്ളൂ. എല്ലാവരും മാം മാമിനെ വിളിക്കും. പക്ഷെ എനിക്ക് പണ്ട് തൊട്ടേ ചേച്ചീനെ ഞാൻ വിളിച്ചിട്ടുള്ളൂ. ബിഗിനേഴ്സ് വരുമ്പോൾ അത് നല്ലോണം പറഞ്ഞു കൊടുക്കുക. എത്ര ഗുരുക്കൾക്കിട്ട് പോയാലും ഒരു മേലോട്ടമായിട്ട് ഇങ്ങനെ പറഞ്ഞു പോകും. ചേച്ചി അങ്ങനെയല്ല, എല്ലാത്തിൻ്റെയും ഒരു ഡീറ്റെയിൽ ആയിട്ട് നമ്മളൊരു കുഞ്ഞുങ്ങളെ എങ്ങനെയാണ് ഒരു ABCD പഠിക്കുമ്പോൾ എങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത് അതുപോലെ നല്ലോണം എല്ലാം ക്ലിയർ ആയിട്ട് അങ്ങ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഒരുപാട് പേർക്ക് ക്ലാസ് എടുക്കണം ചേച്ചി. മേലും ചേച്ചി ഒരു നല്ല ഉന്നത നിലയ്ക്ക് ചേച്ചി 3rd eye ഓപ്പണിങ്ങിന് എളുപ്പത്തിൽ പോകുന്ന എൻ്റെ ആഗ്രഹം. എൻ്റെ പേര് ജിക്കി. ഞാൻ വന്നത് ചാത്തന്നൂരിൽ നിന്ന്, കൊല്ലം ജില്ലയിൽ ചാത്തന്നൂരിൽ നിന്നാണ്. ഞാൻ കൈലാഷ് ചാനൽ മലയാളം 1 വർഷം കൊണ്ടൊക്കെ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ടീച്ചറുടെ ചാനൽ ഫസ്റ്റ് കാണുമ്പോൾ തന്നെ എന്തോ ഒരു അട്രാക്ഷൻ തോന്നി, വെറുതെ ഒന്ന് കയറി നോക്കിയതാ. അപ്പം സ്പിരിച്വലി കുറച്ച് ഇൻട്രസ്റ്റ് ഉള്ളതായതുകൊണ്ട് തന്നെ അതിൽ എന്തോ എനിക്ക് വേണ്ടതെല്ലാം ടീച്ചറിൻ്റെ സ്പീച്ചിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ടായിരുന്നു. അങ്ങനെ ടീച്ചർ സത്സംഗം നടത്തുന്നെന്ന് അറിഞ്ഞപ്പോൾ അതിൽ വരാൻ ആഗ്രഹിച്ചു. ആഗ്രഹം നടന്നു.
വരാൻ പറ്റി. ഇവിടുന്ന് കുറേ മെഡിറ്റേഷൻ, കുറച്ച് യോഗ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റി. കുറച്ച് റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കാൻ പറ്റി. കുറച്ച് ഫ്രണ്ട്സിനെ കിട്ടി. എന്നുവെച്ചാൽ നമ്മളുടെ ആ ഫാമിലി ലൈഫ് ഇതെല്ലാം എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ എന്തോ തേടിക്കൊണ്ടിരുന്ന എന്തോ ഒന്ന് ഇവിടെ വന്നപ്പോൾ എനിക്ക് കിട്ടി. അതുപോലെ മാമിൻ്റെ ടീച്ചറിൻ്റെ ക്ലാസ്സുകൾ തന്നെയാണെങ്കിലും എല്ലാത്തിൽ നിന്നും നമുക്ക് എന്തൊക്കെയോ പഠിക്കാനുണ്ട്. നമ്മൾ ചോദിച്ചുകൊണ്ടിരുന്ന ചോദ്യങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ നോക്കി ചോദിച്ചുകൊണ്ടിരുന്ന എല്ലാ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ടീച്ചറുടെ ക്ലാസ്സുകളിൽ നിന്ന് എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നു. ഇവിടെ വന്നപ്പം മൊത്തത്തിലൊരു ഇന്നർ ട്രാൻസ്ഫോർമേഷൻ തന്നെ, മൊത്തത്തിൽ ഒരു സെൽഫ് ട്രാൻസ്ഫോർമേഷൻ തന്നെ എനിക്ക് ഉണ്ടായെന്ന് പറയാൻ പറ്റും. ശിവശക്തി ഐക്യരൂപം നടക്കും. ശിവനും ശക്തിയും ഒന്നാകും. സന്തോഷം ഇങ്ങനെ ഒരു സത്സംഗിൽ വന്ന് പങ്കെടുക്കാൻ പറ്റിയാലും വേൾഡിലെ കാര്യങ്ങളെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാത്ത കുറച്ചും കൂടി ഹയർ ലെവലിലുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനായിട്ടും മനസ്സിലാക്കാനും അതിൽ മനസ്സർപ്പിച്ച് 2 ദിവസം ഇരിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അതൊരു സന്തോഷമായിട്ട് തോന്നി. അതിന് കാരണമായിട്ടുള്ള എല്ലാവരെയും അഭിനന്ദിക്കുന്നു. ഇനിയും ഇതേപോലെ വരണം. ക്രിയായോഗയൊന്നും ഇതിനകത്ത് കണ്ടു എന്നുണ്ടെങ്കിലും ക്രിയായോഗയൊന്നും ഇത്രയും എന്താണെന്ന് മനസ്സിലാക്കാനും ഒന്നും സാധിക്കുമെന്ന് വിചാരിച്ചല്ല. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ്, ഞാനൊരു അഗസ്ത്യമുനിയുടെ ഫാനും കൂടെയാണ്. അപ്പോൾ അഗസ്ത്യമുനിയുടെ ആ ഒരു കണക്ഷനും ക്രിയായോഗ എന്ന് കേട്ടിട്ടുണ്ട്, അല്ലാണ്ട് അഗസ്ത്യമുനിയും ക്രിയായോഗയായിട്ടുള്ള ബന്ധമൊന്നും എനിക്ക് അറിയുണ്ടായിരുന്നില്ല. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് ആ അഗസ്ത്യമുനിയുടെ ലീനേജിലുള്ളതാണ് ക്രിയായോഗ എന്നുള്ളത് മനസ്സിലായത്. അതൊരു വലിയ കോയിൻസിഡൻസ് ആയിട്ട് എനിക്ക് തോന്നുന്നു. ഞാൻ ഈ ഒരു നോളജ് വിചാരിച്ചിരുന്നതല്ല, പക്ഷെ അഗസ്ത്യമുനിയായിട്ടുള്ള ഒരു കണക്ഷൻ എനിക്ക് ഈ ഒരു നിലയിലേക്ക് എന്നെ എത്തിച്ചു. എന്തായാലും വളരെ സന്തോഷം. നല്ല ഫുഡ്, നല്ല അറ്റ്മോസ്ഫിയർ, അതിൻ്റെ ഒരുപാട് പോസിറ്റീവ് എനർജി ഉള്ളിൽ ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് മെയിൻറ്റെയിൻ ചെയ്യാനും മാക്സിമം ശ്രമിക്കുക തന്നെ ചെയ്യും. ഒരു 1.5 മാസത്തേക്ക് അമേരിക്കൻ ഇവിടെ വിസിറ്റ് ചെയ്യുന്നു. സോ അൺഫോർച്ചുനേറ്റ്ലി വി cannot come over the side there. We wanted to make sure we get your interaction. If you have questions, you can email WhatsApp, Google, and we won't be able to attend the rest of the தமிழ்நாட்டிலேருந்து ஈரோடு டிஸ்ட்ரிக்ட்லேருந்து வந்திருக்கேன் நான். எனக்கு மலையாளம் தெரியாது, தமிழில் தான் தெரியும். பார்த்தோம்னா பல குருக்கள் வந்து அவங்களுடைய ஆசீர்வாதம் அவங்களுக்கு இருக்குது. அதனால் அத்தனை டெக்னிக் வந்து வச்சு சொல்லி கொடுத்துட்ருக்காங்க. அதனால் அந்த அம்மாவில் வந்து வச்சலா மேம் வந்து எல்லோரும் பயன்படுத்திக்கணும். இந்த இகலோக வாழ்க்கையிலிருந்து விடுபட்டு நம்ம ஒரு உயர்ந்த ஆன்மீக வாழ்க்கைக்கு போகணும் அப்படின்னா அவங்களுடைய டெக்னிக்ஸ் எல்லாமே நம்ம ஃபாலோ பண்ணணும். மிக தெளிவாக அதை வந்து ரசம் எடுத்து கையில் கொடுக்குறாங்க. அதை வந்து பலாப்பழத்தில் எப்படி பழத்தை பிச்சு கையில் கொடுத்து சாப்பிடுன்னு சொல்கிற மாதிரி அந்த முள் பகுதியெல்லாம் நீக்கிட்டு அழகாக சொலையாக நம்ம கையில் கொடுக்குறாங்க. அதனால் அவங்கள எல்லோருமே நம்ம ஃபாலோ பண்ணணும். அந்த கருத்துக்களையெல்லாம் நான் பார்க்கணும். நிறைய யூடியூப் வீடியோஸில் கொடுக்குறாங்க. அது எல்லா மக்களும் பயன்படுத்தி இந்த வாழ்க்கையிலிருந்து விடுபட்டு உயர்ந்த ஒரு வாழ்க்கையை இறைவனிடத்தில் அடையக்கூடிய அந்த முக்தி நிலையை, அந்த பிரபஞ்சத்தில் ஐக்கியமாகக்கூடிய ஒரு நிலையை அடையணும். The ancients understood that the tree of life symbolizes vitality. They knew that exhausting this oil due to a reckless lifestyle leads to the demise of the physical body. എൻ്റെ പേര് രേഷ്മ. വല്ലാത്ത ഒരു ഗ്രൗണ്ടഡ് ആയ ഫീലുണ്ട്. കാരണം ഒരു 7 വർഷത്തോളമായിട്ട് കുറേ സ്പിരിച്വാലിറ്റിയെ പറ്റി കേട്ടുകൊണ്ടിരിക്കുന്ന ആളാണ്. ആചരിക്കാനുള്ള ഇതുവരെ ഉണ്ടായിട്ടില്ല. എന്ത് ചെയ്യണം, എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്നുള്ളൊരു ഡൗട്ടാണ് കൂടുതലുണ്ടായിരുന്നത്. കുറേ സംശയങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇവിടം തൊട്ടാണ് തുടങ്ങേണ്ടത് എന്നുള്ളൊരു വിശ്വാസത്തിൽ കുറേ സംശയങ്ങൾ ലഘൂകരിച്ച് തന്നിട്ടുണ്ട് ടീച്ചർ. പുള്ളിക്കാരത്തി അത്രയും പേഷ്യൻസ് ആയിട്ടാണ് സംസാരിക്കുന്നത്. അത് തന്നെയാണ് എനിക്ക് ഇതിൽ വരണം എന്നുള്ളൊരു ഉറച്ച തീരുമാനം എടുക്കാൻ സാധിച്ചത്. ഇവിടെ ഒരു സത്സംഗം നടക്കുന്നതെന്ന് അറിഞ്ഞു, വരാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചതല്ല. പക്ഷെ വന്നപ്പോൾ വളരെ പ്രയോജനപ്പെട്ടു, വളരെ സന്തോഷം കിട്ടി. പല നല്ല ആൾക്കാരുമായിട്ട് പരിചയപ്പെടാൻ സാധിച്ചു.
ഞാൻ എല്ലാ സത്സംഗത്തിനും പലയിടത്തും പോകാറുണ്ട്. പക്ഷെ ഇങ്ങനെ ക്രിയായോഗത്തിൻ്റെത് ഇപ്പോഴാണ് വന്നത്. ക്രിയായോഗത്തിൻ്റെ ദീക്ഷ എടുത്തിട്ടുണ്ട്. ഇപ്പം വളരെ ഫലപ്രദമായിട്ട് തോന്നുന്നു. വളരെ സന്തോഷം. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ ഇതുവരെയും കാണാത്ത ഒരു സന്തോഷവും സമാധാനവും എന്താണെന്ന് അറിയത്തില്ല. അമ്മയുടെ വായിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകളും നമുക്ക് ജീവിതത്തിൽ എപ്പോഴും അത് മുന്നോട്ടാണേലും എല്ലാവർക്കും ഒരു വീട്ടിൽ ഒരാളേലും ഇതുപോലെ ഈ അമ്മയുടെ അടുക്കെ വന്ന് ഇത് പഠിക്കണം എന്ന് എനിക്ക് തോന്നാറുണ്ട്. പിന്നെ ഇവിടെ വന്ന എല്ലാവരും തന്നെ ഒരു സ്പിരിച്വലി അവർക്കൊക്കെ എന്തൊക്കെയോ പ്രത്യേക അങ്ങനെ ഒരു കൂട്ടം ആൾക്കാരെ കാണാൻ പറ്റി. 3 ദിവസം ഇവിടെ താമസിച്ച് ഞങ്ങൾ ഇതുവരെ ഇങ്ങനെ മെഡിറ്റേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ഇത്രയും ഫലപ്രദമായിട്ട് എനിക്ക് കിട്ടുന്ന ആദ്യത്തെ ഒരു അനുഭവമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. വർഷങ്ങളായിട്ട് ഞാനിങ്ങനെ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ കേൾക്കുക, കാണുക, ക്ലാസ്സുകളിലൊക്കെ പോവുക ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതൊരു വ്യത്യസ്തമായ എന്തോ ഒരു സംതിങ് മാജിക് ഇവിടെ നടന്ന പോലെ എനിക്ക് തോന്നുന്നു. അത്രയ്ക്കൊരു ചേഞ്ച് ഞങ്ങളിൽ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനുണ്ടായിരുന്നു. പിന്നെ ഈ ഇവിടെ താമസം ഒരു പ്രകൃതിയോടൊരു ഇഷ്ടം അങ്ങനെ ഉള്ള ഒരാളായിരുന്നു ഞാൻ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ എനിക്ക് ഇവിടുത്തെ ഈ താമസം, ഈ കിളികളുടെ ശബ്ദങ്ങളും എന്തോന്നറിയത്തില്ല, എല്ലാം കൊണ്ടും വളരെ ഹാപ്പി ആയിട്ടൊരു ഇതായിരുന്നു. ഇത് ഞാൻ പറയുന്നത് എല്ലാവരും ഈ അമ്മയുടെ അടുത്ത് വന്ന് ഈ ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്യുക. വിനോദ് പേര്, കോഴിക്കോട് നിന്നാണ് വരുന്നത്. സ്ഥിരമായിട്ട് ടീച്ചറുടെ യൂട്യൂബ് വീഡിയോസ് സ്ഥിരമായിട്ട് കേൾക്കാറുണ്ട്. അങ്ങനെയാണ് റെസിഡൻഷ്യൽ ക്യാമ്പിനെ പറ്റി ടീച്ചർ അനൗൺസ് ചെയ്തിരുന്നു. ഈ റെസിഡൻഷ്യൽ ക്യാമ്പിൽ 3 ദിവസത്തെ ക്യാമ്പിൽ തന്നെ ടീച്ചറുടെ നോളജ്, അതേപോലെ ബ്രീത്തിങ് ടെക്നിക്സ്, ക്രിയ, ഇതെല്ലാം വളരെ വ്യക്തമായിട്ട് നമ്മളെ കൊണ്ട് പഠിപ്പിച്ചു. തിയറി തന്നു. കൂടാതെ നമ്മളെ കൊണ്ട് ഓരോരുത്തരെ കൊണ്ടും അത് ചെയ്യിപ്പിക്കുകയും ചെയ്തു. നമ്മുടെ സോൾ ഇംപ്രൂവ്മെൻറ്റുമായി ബന്ധപ്പെട്ട ഈ കാര്യങ്ങൾ വളരെ പ്രയോജനകരമായിരുന്നു എന്ന് തന്നെ പറയാം. ഇനി അടുത്ത ടീച്ചറുടെ റെസിഡൻഷ്യൽ ക്യാമ്പിന് വേണ്ടി കാത്തിരിക്കുകയാണ്. എൻ്റെ പേര് ഹരിശങ്കർ. ഞാൻ ട്രിവാൻഡ്രത്താണ് വരുന്നത്. ഞാൻ ടീച്ചറിൻ്റെ യൂട്യൂബ് വീഡിയോ കണ്ടിട്ടാണ് ഞാൻ ടീച്ചറിനെ പറ്റി അറിഞ്ഞത്. അപ്പോൾ ഞാൻ ഇവിടെ വന്ന് ടീച്ചറിനെ 2-3 ദിവസം കണ്ടു. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു.